ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കിച്ചൂസ് കുറുമി. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നിതാ രാവിലെ തന്നെ നമ്മുടെ എന്നത്തെയും പോലുള്ള അടുക്കളയിലെ പരിപാടികളൊക്കെ തന്നെയാണ് കേട്ടോ കാണിക്കണത്. അപ്പോൾ ഒന്ന് കുളിയൊക്കെ കഴിഞ്ഞു, രാവിലെ വിളക്കൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ ചോറിനുള്ള വെള്ളമൊക്കെ വെച്ച് കൊടുത്തു. ഗ്യാസിൽ ഫസ്റ്റ് ചെയ്യണത് അതാണല്ലോ. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള പരിപാടിയിലേക്ക് ഇങ്ങനെ നിൽക്കുകയാണ്. എന്നൊരു സാമ്പാർ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ അതുപോലെ കുട്ടികൾക്ക് കൊടുത്തയക്കാൻ ക്യാബേജ് തോരനാണ്, തേങ്ങയൊക്കെ ചായച്ചിട്ട് തോരൻ വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതിനുള്ളൊക്കെ റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ക്യാബേജ് അരിഞ്ഞു വെച്ചു, തേങ്ങയൊക്കെ ചതച്ച് വെച്ചു, സാമ്പാറിനുള്ള കുറച്ച് കഷ്ണങ്ങളൊക്കെ എടുത്ത് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതൊക്കെ ആയപ്പോഴത്തേക്കും നമ്മുടെ ചോറും ഒന്ന് തിളച്ചിട്ടുണ്ട് കേട്ടോ. അരി ഇട്ട് കൊടുത്ത് തിളച്ചായിരുന്നു. അപ്പോൾ അത് ഞാൻ റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് ഞാൻ ക്യാബേജ് തോരൻ വെക്കുകയാണ് കേട്ടോ. ക്യാബേജ് ഒന്നും തോരൻ വെക്കണം അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ക്യാബേജ് തോരൻ വയ്ക്കുകയാണ്. എല്ലാവരും ഉണ്ടാക്കുന്ന പോലെ തന്നെ സ്പെഷ്യലൊന്നും അല്ല. എണ്ണയ്ക്ക് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തു, കടുകൊക്കെ പൊട്ടിച്ചു, കറിവേപ്പിൻ്റെ ഉണ്ടായിരുന്നില്ല. അരിഞ്ഞു വെച്ച ക്യാബേജ് ഇട്ട് കൊടുത്തു, മഞ്ഞൾപ്പൊടി എന്നുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് വെള്ളം ഒഴിക്കണില്ല കേട്ടോ. തോരൻ വയ്ക്കുന്നതിന് വെള്ളം ചേർക്കലില്ല കേട്ടോ. അപ്പോൾ ഒന്ന് തീയൊക്കെ ഒന്ന് കുറച്ച് വെച്ചിട്ട് അടച്ച് വെച്ച് 2-3 മിനിറ്റ് ഒന്ന് വേവിക്കാൻ വെച്ചു. അതിനുശേഷം നമ്മൾ ഇന്നിപ്പോൾ ചായക്ക് കടി ഉണ്ടാക്കാൻ പോണത് പഴം കൊടുന്ന് വെച്ചിട്ടുണ്ടായിരുന്നു തലേ ദിവസം. അപ്പോൾ അത് വാട്ടിയാൽ മതിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു മക്കൾ. അപ്പോൾ തത്തയ്ക്ക് അതിനകത്തുള്ള ആ കറുപ്പ് കണ്ടാൽ അവർക്ക് ഇഷ്ടമല്ല. അപ്പോൾ അത് ഒന്ന് നടുവൊക്കെ ഇങ്ങനെ കയറിയിട്ടൊന്ന് കളയായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞാൻ ക്യാബേജ് ഒന്ന് ഇളക്കാൻ വന്നതാണ്. അപ്പോൾ ക്യാബേജൊക്കെ വെന്തിട്ടുണ്ടായിരുന്നു. ഒരു നുള്ളു ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു. അപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്തു. പിന്നെ അതിലേക്ക് നമ്മൾ തേങ്ങയും പച്ചമുളകും ചെറിയുള്ളിയൊക്കെ മഞ്ഞൾപ്പൊടി ഇട്ട് ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തു. എന്നിട്ട് ഉപ്പൊക്കെ ഉണ്ടെന്ന് നോക്കിയപ്പോൾ ഉപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് 2 മിനിറ്റ് ഇങ്ങനെ ചൂട് തട്ടിക്കാൻ വേണ്ടി വെച്ചിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് വീണ്ടും ഞാൻ തുറന്ന് നോക്കിയപ്പോൾ ക്യാബേജൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു പാൻ നമുക്ക് കടി ഉണ്ടാക്കാൻ വേണം കേട്ടോ. പഴം വഴറ്റിയെടുക്കണം ഞാൻ ഈ ഒരു പാനിലാണ്. അപ്പോൾ അതിൽ നിന്ന് എന്ത് ചെയ്തു, ക്യാബേജ് ഞാൻ വേറൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റിയിട്ടു കേട്ടോ. പിന്നെ കുട്ടികൾക്ക് സോയാബീനും കൂടി വറുത്തെടുക്കുന്നുണ്ട്. സോയാബീൻ ഞാൻ രാവിലെ നമ്മൾ കഞ്ഞിക്ക് വെള്ളം വെച്ചപ്പോൾ അതിന് കുറച്ച് ചൂട് വെള്ളം എടുത്തിട്ട് ആ ചൂടുവെള്ളത്തിലാണ് ഇട്ട് വെച്ചത്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു പഴം വാട്ടിയതൊക്കെ എനിക്ക് തോന്നുന്നു സാധാരണ കുട്ടികൾ 4 മണിക്കൊക്കെ വരുമ്പോൾ നമ്മൾ ഉണ്ടാക്കി കൊടുക്കലുണ്ട് അല്ലേ. അപ്പോൾ ഇന്നിപ്പോൾ എന്നും ഈ അപ്പം ചപ്പാത്തി പുട്ട് ഇതൊക്കെ തന്നെയാണല്ലോ. അപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞു എന്താ മക്കളെ നാളെ ഉണ്ടാക്കുക എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അമ്മ നാളെ രാവിലെ പഴം വാട്ടിയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അത് എളുപ്പമാവുകയും ചെയ്തു. ഒരു കറി ഉണ്ടാക്കുന്ന പരിപാടിയൊന്നും ഇല്ലല്ലോ. അപ്പോൾ അത് നെയ്യിലൊന്ന് വഴറ്റിയെടുക്കാൻ, നെയ്യുള്ളത് കൊണ്ടാണ് ഇപ്പോൾ അതിന് മെനക്കെട്ടിട്ട്, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യൂല. അപ്പോൾ കുറച്ച് പഞ്ചസാര ഈ ഒരു പഴത്തിലേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ പഴം ഒന്നും ഇങ്ങോട്ട് നല്ലപോലെ വാടി വന്നപ്പോൾ വഴറ്റിയെടുത്തപ്പോൾ ഞാനത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടു. സാധാരണ നമ്മൾ പഴം വാട്ടുമ്പോൾ പഴം ഒന്ന് വാടി വരുമ്പോൾ അതിലേക്ക് തന്നെ നമ്മൾ തേങ്ങയൊക്കെ ചേർത്ത് കൊടുക്കുമല്ലോ, അങ്ങനെയാണ് ചെയ്യൽ. പക്ഷേ ഇവിടെ മക്കൾക്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ തേങ്ങ അവർക്ക് നന്നായിട്ടൊരു ബ്രൗൺ കളറായി വരണം. അപ്പോൾ നമ്മൾ പഴം വാട്ടുമ്പോൾ ആ പഴത്തിൻ്റെ കൂടെ തന്നെ പഴം വാടിയതിന് ശേഷം തേങ്ങ ഇട്ട് കൊടുത്താൽ ബ്രൗൺ ആയി കിട്ടൂല. അതിലിങ്ങനെ ഒരു ഒട്ടി കിടന്നിട്ട് പിന്നെ അത് മൂത്ത് വരില്ല തേങ്ങ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ പഴം ആദ്യം വാട്ടിയിട്ട് പാത്രത്തിലേക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടിട്ട് പിന്നെ നമ്മൾ നെയ്യിൽ സെപ്പറേറ്റ് തേങ്ങ ഒന്ന് വഴറ്റിയെടുത്ത് കേട്ടോ. എന്നിട്ട് തേങ്ങ നല്ല ബ്രൗൺ കളർ ആകുമ്പോൾ തിരിച്ച് വീണ്ടും ഈ പഴം കൂടെ ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കുക ആണ് ചെയ്യൽ. അപ്പോൾ അതൊക്കെ റെഡിയായി അതിൽ മാറ്റി വെച്ചു. പിന്നെ നമുക്ക് കുട്ടികൾക്ക് കൊടുത്തയക്കാനുള്ള സോയാബീൻ ഒന്ന് വറുത്തെടുക്കാൻ കേട്ടോ. സോയാബീനിൽ ഞാൻ തുള്ളി ചിക്കൻ മസാലയും മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മാത്രമാണ്, ഉപ്പും ആണ് ഇട്ടിട്ടുള്ളത്. എന്നിട്ട് വറുത്തെടുക്കുകയാണ് ചെയ്തത്. അത് ഞാനൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റി പാത്രമൊക്കെ ഒഴിച്ച് വെച്ചു. പിന്നെ ഇനിയിപ്പോൾ അടുത്തത് നമ്മൾ സാമ്പാർ വേവിക്കാൻ വേണ്ടി കുക്കറിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊന്ന് വറവിട്ടെടുക്കണം. കഷ്ണങ്ങളിൽ മഞ്ഞൾപ്പൊടി ഉപ്പും മാത്രം ചേർത്തിട്ടാണ്, കായത്തിൻ്റെ പൊട്ടും ചേർത്താണ് വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. ഇനി ഒരു മസാലപ്പൊടിതും കൂടെ ആയിട്ട് വറുത്തെടുത്തിട്ട് ചേർക്കുകയാണ് കേട്ടോ. ഒന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കണില്ല, കാരണം നമ്മളെല്ലാവരും ഡെയിലി നമ്മൾ ഉണ്ടാക്കുന്ന സാധനങ്ങൾ തന്നെയാണ്. അപ്പോൾ അതിലൊന്നും പിന്നെ അത് മാത്രം ഒരു വെറൈറ്റി ആയിട്ട് ഞാനൊന്നും ചെയ്യണമില്ല കേട്ടോ. അതുകൊണ്ടാണ് ഒന്നും ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാത്തത്. അങ്ങനെ സാമ്പാർ കഷ്ണങ്ങളൊക്കെ തിളച്ചപ്പോൾ ഒരു നുള്ളു മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്തു. അപ്പോൾ ഇന്നത്തെ സാമ്പാറും ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയ പപ്പടത്തിൻ്റെ കുറച്ച് ബാക്കിയുണ്ട്, 1-2 ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഒന്ന് കാച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ പപ്പടത്തിനൊക്കെ എന്തൊക്കെയോ പപ്പടത്തിൻ്റെ രൂപത്തിലൊക്കെ ഭയങ്കര മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ. പൊട്ടിയൊക്കെ ഇരിക്കുന്നുണ്ട് പപ്പടം ഞാൻ നോക്കുമ്പോൾ. എന്തായാലും അധികമൊന്നുമില്ല, ഒരു 3-4 മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ പപ്പടം കൂടെ കാച്ചെടുത്ത്, ഇവിടെ പപ്പടത്തിൻ്റെ ആളെന്ന് പറയുന്നത് കിച്ചുമോളാണ് കേട്ടോ. ബാക്കി ആർക്കും പപ്പടം വലിയ ഇഷ്ടമല്ല. തൊട്ട് നോക്കൂല, ഞാൻ പിന്നെ ഒന്നൊക്കെ എടുത്ത് നോക്കും, അത്രയേ ഉള്ളൂ. അങ്ങനെ പപ്പടം കാച്ചലൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്തു, കുറച്ച് കട്ടൻ ചായക്കുള്ള വെള്ളം വെച്ചിട്ടോ. പിന്നെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിഭവങ്ങൾ ഇതൊക്കെ തന്നെയാണ്. പപ്പടം കാച്ചിയത്, സാമ്പാർ, പിന്നെ സോയാബീൻ വറുത്തത്, ക്യാബേജ് തോരൻ, ചോറ്. അപ്പോൾ കട്ടൻ ചായ തിളയ്ക്കണ സമയം കൊണ്ടേ ഞാൻ മക്കൾക്കുള്ള ചോറൊക്കെ ഒന്ന് പാത്രത്തിലാക്കട്ടെ വേഗം. തത്തയ്ക്കാണെങ്കിൽ കിച്ചുവിനാണെങ്കിലും ഏതെങ്കിലും 1-2 വെച്ചാൽ മതി എന്ന് പറയും.
അപ്പോൾ തത്ത പറഞ്ഞു സാമ്പാർ ഒഴിക്കേണ്ട, പിന്നെ സോയാബീനും ക്യാബേജും മതി എന്ന് പറഞ്ഞു. കിച്ചുമോൾ പറഞ്ഞു സാമ്പാർ കുറച്ചൊന്നും ഇങ്ങനെ ചോറിലേക്ക് ഇങ്ങനെ ഒഴിച്ചാൽ മതിയമ്മ, വേറെ കുപ്പിയിൽ വെക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ രണ്ടാളും ഇഷ്ടമൊക്കെ ചോദിച്ചറിഞ്ഞിട്ടാണ് വെക്കണത് കേട്ടോ. അതല്ല ഞാൻ എൻ്റെ ഇഷ്ടത്തിന് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതൊക്കെ ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടേണ്ടി വരും. അങ്ങനെ അവർ ചോറൊക്കെ പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്. അടച്ചിട്ടില്ല കേട്ടോ, പാത്രം ഒന്ന് ചൂടൊക്കെ പോവട്ടെ എന്ന് പറഞ്ഞ് തുറന്ന് വെച്ചതാണ്. അതിനിടയിൽ മക്കളെ ചാവടിയൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ ചാവടിക്കാൻ നിന്നിട്ടോ. അപ്പോൾ അവർ കുടിച്ചിട്ട് ബാക്കിയുണ്ടെന്നാണ് കേട്ടത് പഴം വാട്ടിയത്. പഴം ഭയങ്കര ഇഷ്ടമാണ്, രണ്ടാളും കഴിക്കും. അപ്പോൾ ഞാൻ കട്ടൻ ചായയൊക്കെ ഉണ്ടാക്കി ഇവിടെ നമ്മളെ അടുക്കളയിൽ തന്നെ ഇരുന്നിട്ട് ചായ കുടിക്കാൻ കേട്ടോ. എല്ലാവരും ഉണ്ടെങ്കിൽ പിന്നെ മേശേൻ്റെ അവിടേക്ക് ഇരുന്ന് കഴിച്ചാലും മതി. ഒരാൾ ഒറ്റയ്ക്കാകുമ്പോൾ ഇപ്പോൾ എന്താ മേശേൻ്റെ അവിടെ പോയിരുന്നിട്ടൊക്കെ തിന്നണേന്ന് വിചാരിക്കും. അപ്പോൾ ഞാനിവിടെ അടുക്കളേൻ്റെ അവിടെ തന്നെ ഇരുന്ന് ചായ കുടിക്കുകയാണേ. അപ്പോൾ ചായയുടെയൊക്കെ കഴിഞ്ഞു. ഇനി അടുത്ത പരിപാടി പാത്രങ്ങൾ കഴുകാനുണ്ട്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ നമ്മളെ ഈ കൗണ്ടർ ടോപ്പുകളൊക്കെ ഒന്ന് തുടയ്ക്കുകയാണ് കേട്ടോ. കുക്ക് ചെയ്തപ്പോൾ ഒക്കെ എണ്ണ ഇതൊക്കെ തെറിച്ചിട്ടുണ്ടാവുമല്ലോ, അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ചെടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ടുള്ളൂ പാത്രങ്ങളൊക്കെ കഴുകാൻ വേണ്ടിയിട്ട് നിൽക്കുക. പിന്നെ പരിപാടി മക്കൾ പോയി കഴിഞ്ഞിട്ട് പിന്നെ അവിടേക്ക് ഒന്ന് അടിച്ചു വാരിടും, തുടയ്ക്കും, ഇതൊക്കെയാണ് ചെയ്യൽ. അതിനിടയിൽ പിന്നെ എന്താ പറയുക, തുണികൾ അലക്കാനുണ്ടെങ്കിൽ അത് മെഷീനിലേക്ക് എടുത്തിടും, അങ്ങനെയൊക്കെയാണ് ചെയ്യൽ. അപ്പോൾ ഇവിടേക്ക് ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട് കേട്ടോ. കുക്കിങ് കഴിഞ്ഞാൽ പിന്നെ അതാണ് ചെയ്യൽ. ഇന്നിപ്പോൾ എന്താണെന്ന് അറിയില്ല, വിശന്നപ്പോൾ ഞാൻ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നു കേട്ടോ. അല്ലെങ്കിൽ ഞാൻ എൻ്റെ ചായയുടെയൊക്കെ എല്ലാം കഴിഞ്ഞിട്ടാണ് ചായ കുടിക്കാൻ വേണ്ടി ഇരിക്കൽ. അപ്പോൾ അവിടെ തുടക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കൈയൊക്കെ ഒന്ന് പോയി കഴുകി. ഇനിയിപ്പോൾ കിച്ചുമോൾക്ക് ചോറിലേക്ക് ഒരു പപ്പടം വെക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനവിടെ തുടച്ചിട്ടിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് കൈയൊക്കെ കഴുകാൻ വേണ്ടി വന്നതാണ്. ഇനി അവൾക്ക് ചോറിലേക്ക് ഒരു പപ്പടം കൂടെ വെച്ച് കൊടുക്കട്ടെ. അപ്പോൾ പപ്പടത്തിന് ഞാൻ പറഞ്ഞില്ലേ, പപ്പടം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ചോറിൻ്റെ മുകളിൽ തന്നെ വെച്ചാൽ മതി, വേറെ സെപ്പറേറ്റ് ആണ് പാത്രത്തിലൊന്നും വെക്കണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാനവളെ ചോറ് അടച്ചു വെച്ചിട്ടില്ല, തത്തേൻ്റെ ചോറൊക്കെ അടച്ച് കൊടുത്തു അയച്ചിട്ടോ. പിന്നെ പപ്പടമൊന്നും വേണ്ട, ഇവിടെ പാത്രത്തിലേക്ക് ഏതായാലും ഒരു പപ്പടം കൂടെ ഒന്ന് വെച്ച് കൊടുക്കട്ടെ, എന്നിട്ട് വേണം പാത്രമൊക്കെ ഒന്ന് അടച്ച് വെക്കാൻ. അപ്പോൾ അടച്ചു വെച്ചു. ഇത് പിന്നെ കഴിഞ്ഞ ദിവസം അമ്മ കുറച്ച് നെല്ലിക്ക വാങ്ങി തന്നതായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഉപ്പിലിട്ട് വെച്ചതാണ്, ഉപ്പും സുറുക്കിയൊക്കെ ഒഴിച്ചിട്ട് അങ്ങനെ വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇനി എന്താ പരിപാടി എന്ന് ചോദിച്ചാൽ ഇനി അടിച്ചു വരാനും തുടയ്ക്കാനും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ പുറത്തേക്കൊന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമ്മുടെ എന്താ പറയുക, ടർക്കിയൊക്കെ ഒന്ന് തലേന്നൊന്ന് അഴിക്കട്ടെ കേട്ടോ. നനഞ്ഞ മുടി അഴിച്ചിട്ട് അടുക്കളയിൽ നിൽക്കുമ്പോൾ അങ്ങനെ കഴുത്തിലേക്ക് ഇങ്ങനെ വെള്ളമൊക്കെ വരുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് ആ ടർക്കി അങ്ങനെ കെട്ടി തന്നെ നിൽക്കുന്നത് കേട്ടോ. അടുക്കളയിലെ പണികളാണ് കഴിഞ്ഞിട്ട് അങ്ങോട്ട് അഴിച്ചിടാലോ വിചാരിക്കും. അങ്ങനെ ഇന്നിക്കൊന്നും കുറച്ച് നേരം വൈകിട്ടുണ്ട് ഞാൻ എണീറ്റപ്പോൾ. അതുകൊണ്ട് തന്നെ രാവിലെ കുറച്ച് നേരം ഇവിടെ നിൽക്കണ പോലെ ശരിക്കും നിൽക്കാക്കി പറ്റിയിട്ടില്ല, കാരണം നേരം വൈകുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഇവിടെ ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ നോക്കി നിന്നത് കേട്ടോ. ഇനിയിപ്പോൾ തുണികൾ മെഷീനിലേക്ക് ഇടാണ്ട് നോക്കണം, ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് എടുത്തിട്ടിട്ട് വേണം പിന്നെ അടിച്ചു വാരാനും തുടയ്ക്കാനും വേണ്ടി നിൽക്കാൻ. കുഞ്ഞി പോകുമ്പോഴേ താഴെ ഓൺ ചെയ്തിട്ട് പോണേ, വെള്ളം ചിലപ്പോൾ കുറവാണ്. ഓക്കെ. അപ്പോൾ തുണികളൊക്കെ മെഷീനിൽ ഇട്ടിട്ട് പിന്നെ എന്താ പറയുക, അടുക്കളയിലെ പരിപാടികളും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ക്ലീനിങ് കഴിഞ്ഞു, പാത്രമൊക്കെ കഴുകി വെച്ചു, എല്ലാം കംപ്ലീറ്റ് ആയി. ഇനി അകത്തേക്ക് പോവുകയാണ്. ഇനിയിപ്പോൾ ഇവിടെ അടിച്ചു വരാനുണ്ട്. മക്കളെ ഒരുക്കം കഴിഞ്ഞിട്ട് അടിച്ചു വരാൻ നിന്നിട്ട് കാര്യമുള്ളൂ, അല്ലെങ്കിൽ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കും മുടി ചീകിയിട്ടൊക്കെ. അപ്പോൾ അവർ ഒരാൾ പോയിട്ടുണ്ട് കേട്ടോ, തത്ത ഇറങ്ങിയിട്ടുണ്ട്. കിച്ചുമോൾക്ക് സമയം ആയിട്ടില്ല, കിച്ചുമോൾ ഇതിലങ്ങനെ നടക്കുന്നുണ്ട്. 8:40 ആകുമ്പോഴാണ് അവൾ വീട്ടിൽ നിന്ന് ഇറങ്ങുക കേട്ടോ. 8:40 ആകുമ്പോൾ, അപ്പോൾ 8:30 ആയിട്ടുള്ളൂ ഇപ്പോൾ. ഇനിയുണ്ട് ഒരു 5 മിനിറ്റോ 10 മിനിറ്റൊക്കെ മതി നടന്നാൽ. അപ്പോൾ ഇതൊക്കെയാണ് രാവിലത്തെ വിശേഷങ്ങൾ കേട്ടോ. അപ്പോൾ ഗൈസ്, ഞാനിവിടെ അടിച്ചു വാരിയും തുടയ്ക്കണൊക്കെ തിരക്കിലാണ്. പിന്നെ അതാ അലക്കാൻ ആദ്യത്തെ ഒരു സെക്ഷൻ ഇട്ടു, പിന്നെ ഇനി തത്തേൻ്റെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഇടാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് അടുത്ത പരിപാടികൾ കേട്ടോ.
അപ്പം ഇന്നത്തെ കുഞ്ഞു വീഡിയോ അതൊന്നും ഞാൻ കാണിക്കണില്ല, എല്ലാവരും ഒന്നും ചെയ്യണത് തന്നെയാണല്ലോ അല്ലേ. ഇനിയിപ്പോൾ അതൊക്കെ അലക്കി കഴിഞ്ഞാൽ വിരിച്ചിടുക, അങ്ങനത്തെ പരിപാടികളാണ്. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ വിശേഷങ്ങൾ ഇത്ര തന്നെ ഉള്ളൂ. ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്തൊരു അടിപൊളിയായ വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക്സ് ഫോർ വാച്ചിങ്.